ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മോഡൽ ടൂറിസം ഗ്രാമമായ കുമ്പളങ്ങിയിലോട്ടാണ് കേട്ടോ. അതായത് ഇക്കോ ടൂറിസത്തിൻ്റെയൊക്കെ അടിപൊളി വില്ലേജായ ഞങ്ങളുടെ സ്വന്തം കുമ്പളങ്ങി. കൊച്ചിക്കാരുടെ ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവരൊക്കെ നടക്കണ ആ ഒരു പ്ലേസ്, അതാണ് കുമ്പളങ്ങി. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. ഒരു കുമ്പളങ്ങി ടൂറാണ് കേട്ടോ. അപ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് ടൂറിസം വില്ലേജ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കുഞ്ഞ് ഗേറ്റാണ് കേട്ടോ. അപ്പോൾ അത് തുറന്ന് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടാണ് ഞങ്ങൾ. അപ്പോൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി പച്ചപ്പാർന്ന കുറേ കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അടിപൊളി പണ്ടത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പണ്ട് കയറ് വിരിക്കണ ആ ഒരു ചകിരി വിരിക്കണ ഒരു യന്ത്രം, ഒരുപാട് ചെടികൾ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. കുരുമുളകാണ് ഞങ്ങൾ കൂടുതൽ ഇവിടെ കണ്ടത് കേട്ടോ. കുരുമുളകിൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു തൈകളില്ലേ, അങ്ങനത്തെ കുരുമുളക്, ചെറിയ ടൈപ്പ് കുരുമുളകിൻ്റെ ചെടികൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു മാവ്, പിന്നെ അതേ മുള. ശരിക്കും ഒരു വില്ലേജിൽ കയറിയ ഒരു പ്രതീതി എന്ന് വെച്ചാൽ ഒരു കൃഷിയിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു പ്രതീതിയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ പണ്ടത്തെ കാലത്ത് കൊട്ടകൾ കൊണ്ടുള്ള കുറേ ഇത് നമ്മൾ എന്താ പറയുക, മറ്റേ മുള കൊണ്ടുണ്ടാക്കിയ കൊട്ട പോലത്തെ ഐറ്റംസ് ഇല്ലാത്ത അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ ഇതിനുള്ളിൽ കുറേ കൊതുക് ഉണ്ട് കേട്ടോ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ. പിന്നെ അതേ പണ്ടത്തെ അരകല്ല്, അമ്മിക്കല്ല്, അരകല്ല് ഇതാ 2 എണ്ണം ഉണ്ട് ഇവിടെ. ഇപ്പം അരകല്ലൊക്കെ നമ്മൾ കണി കാണാൻ കിട്ടില്ലല്ലേ. അപ്പം അത്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക, കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴത്തേന് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കായലാണ് കേട്ടോ. അപ്പോൾ ആ കായലിൻ്റെ അവിടെ ഇട്ട് ഒരു വഞ്ചി ഷെഡ് പോലെ കിട്ടിയിട്ട് അതിനുള്ളൊരു വഞ്ചി ഉണ്ട് കേട്ടോ. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നേരെ ചെന്ന് അവസാനിക്കുന്നത് ആ കായലിൻ്റെ സൈഡിലാണ് കേട്ടോ. കൊച്ചിയിൽ പിന്നെ എവിടെ വന്നാലും നമ്മൾ അവസാനിക്കുന്ന കായലിലാണല്ലോ. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഒരു വഞ്ചിയുടെ ഷെഡ് പോലെ കെട്ടിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊരു വഞ്ചി ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് കുറച്ച് നേരെ മുന്നോട്ട് കായലിൻ്റെ എൻഡ് ചെയ്യണം അവിടെ ഇട്ടോ ഒരു വഞ്ചി, പുതിയ വഞ്ചി ഒരെണ്ണം പണിതിട്ടിട്ടുണ്ട് കേട്ടോ. പണിതിട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, പണിതുകൊണ്ടിരിക്കണേ. ഇത് കണ്ട, ഇതിനുള്ളിലൊരു വഞ്ചിയുണ്ട്. അതെ, ഇതിങ്ങനെ മൂടിയിട്ടേക്കണേണ് കണ്ട. അപ്പോൾ അതങ്ങനെ കണ്ടോ, ഇതിങ്ങനെ ഒരു കനാല് പോലെ ഉണ്ട് ഇതിൻ്റെ നടുക്കായിട്ട്, അതാണ് വഞ്ചി. അപ്പോൾ ഇത് ഇപ്പുറത്തൊരു വഞ്ചി മൂടിയിട്ടിട്ടുണ്ട്. പിന്നെ നേരെ പോകുമ്പോൾ ഞാൻ പറഞ്ഞ ആ വഞ്ചി നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ, പണി കഴിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ആ വഞ്ചിയുടെ അടുത്തും കൂടെ ഒന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥയെന്ന്. പിന്നെ ഇവിടെ സൈഡിലേക്ക് ഇങ്ങനെ ഓരോരോ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ട, പണി നടന്നുകൊണ്ടിരിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ വഞ്ചിയുടെ അവസ്ഥ. ഇത് കണ്ടോ, അറ്റത്ത് പോയി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, കായലിലാണ് ചെന്ന് എൻഡ് ചെയ്യണത്. ഞങ്ങളപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ള് കുറേ നടന്ന് കണ്ടിട്ടാ. ഉള്ളിൽ കുറേ ഇങ്ങനെ നടന്ന് നമുക്ക് കുറേ ചെടികളൊക്കെ കാണാനുണ്ട് കേട്ടോ. ചെടികളെന്ന് പറയുമ്പോൾ കൂടുതലും പൂക്കളുണ്ടാവുന്ന ചെടികളല്ല കേട്ടോ. നമ്മളിങ്ങനെ കുറേ എന്താ പറയുക, നമുക്ക് ഫലങ്ങൾ തന്നെ ചെടികളാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുരുമുളകാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. കുറേ ഉണ്ട്, കുരുമുളകിൻ്റെ തൈ ഒരുപാടുണ്ട്. പിന്നെ ഇവിടുത്തെ ചെറിയൊരു പോണ്ട് പോലെ ഉണ്ട്. പിന്നെ അതേ ഇത് കണ്ട, ഒരു അപ്പുറത്ത് നേരെ പോകുമ്പോഴത്തേക്കും ഓടിട്ട ഒരു ഷെഡ് പോലെ, മുകളിൽ ഓടാണ്, അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒരു വഞ്ചി. നീളത്തിലുള്ള വലിയൊരു വഞ്ചിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. കണ്ട, ഇവിടെ മെയിനായിട്ടുണ്ടല്ലോ ഫോറിനേഴ്സിനൊക്കെ വരൂലേ, ഫോറിനേഴ്സിനൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ലൊരു അടിപൊളി സീനാണ് ഇവിടെ. പിന്നെ കുഞ്ഞു കുഞ്ഞു മാവിൻ്റെ തൈകളുണ്ട്, പിന്നെ മഞ്ഞൾ, തുളസി, അങ്ങനെ എല്ലാം നമുക്കൊരു എന്താ പറയുക, നല്ലൊരു നാച്ചുറൽ ഫീല്, അടിപൊളി ഫീൽ കിട്ടണ ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അതെ, അടക്കാത്തൈ കുറേ നട്ടു വെച്ചിട്ടുണ്ട്. ഇതാണ് വഞ്ചി, ഇവിടെയും ഒരു വഞ്ചിയുണ്ട്. പിന്നെ ഇതേ കണ്ട, അങ്ങനെ വള്ളിച്ചെടികൾ, ഇത് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു കസേര പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ട, ഈ ജഗ്ഗിൽ ചീരയുണ്ട്, മഞ്ഞളുണ്ട് കണ്ട, അങ്ങനെ കുറേ ചെടികളുണ്ട്, പപ്പായ ഉണ്ട്, അത്യാവശ്യം വേണ്ട എല്ലാ ചെടികളും അവിടെ ഉണ്ട് കേട്ടോ. ഈ കുഞ്ഞുമാവിൽ 2-3 മാങ്ങായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇത് പുറത്തോട്ട് ഇറങ്ങിയിട്ട്
പിന്നെ ഇവിടെ അടുത്തടുത്തായിട്ട് കുറേ ഹോം സ്റ്റേകളുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഹോം സ്റ്റേയുടെ പുറത്ത് റോഡ് സൈഡിലായിട്ടുള്ള, അതായത് ആ ഒരു റോഡിൻ്റെ, ഈ ഒരു കുഞ്ഞു റോഡിൻ്റെ സൈഡിലായിട്ടുള്ള ഹോം സ്റ്റേകളുണ്ട്. ഇവിടെ തന്നെ ഇവിടെയും കുറേ ചെടികളൊക്കെ ഇങ്ങനെ നട്ടു വളർത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതിവിടെ ഹോം സ്റ്റേ ആണ്. ഇത് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഇവിടെ വേറൊരു ഹോം സ്റ്റേ, അതിൻ്റെ ആ മതിലാണിട്ടിത്. ആ മതിലിൽ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ പെയിൻറ്റിങ് കാണുമ്പോൾ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ വരച്ച് വെച്ചിട്ടുള്ളത്. കണ്ടോ, അടിപൊളിയായിട്ട് എന്ന് വെച്ചാൽ പഴയ കാലത്തെ ഓരോരോ, അതായത് തെങ്ങ് ഐറ്റം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പണ്ട് തേങ്ങ പൊതിക്കണ ഒരു സംഭവമൊക്കെ, അത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, തേങ്ങ പൊതിക്കണത്. ശരിക്കും ഈ പെയിൻറ്റിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഒരു ഒറിജിനലായിട്ടുള്ള ഫീലാണ് കിട്ടുന്നത്. കണ്ടോ, കൊട്ട, അങ്ങനെ കുറേ പണ്ടത്തെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ. അതേ ഓല നമ്മൾ ഓല കൊണ്ടിട്ട് ചൂലൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അത് ഓല മെടയുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ശരിക്കും നമുക്ക് ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് കുറേ അട്രാക്റ്റീവായിട്ടുള്ള, അവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. കുമ്പളങ്ങി എന്ന് പറയുമ്പോൾ ശരിക്കും ഇൻറ്റഗ്രേറ്റഡ് ടൂറിസം വില്ലേജ് ആണല്ലോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊരു ഹോം സ്റ്റേ ആണ്. കായലിൻ്റെ സൈഡിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ചെന്നത് നമ്മൾ കുറച്ച് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടെടുത്ത കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ട് വേണ്ട ചക്ക. ഇത് ഒറിജിനൽ ചക്കയല്ല കേട്ടോ, അവർ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നല്ല ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കായലിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ ഇവിടെ ഹോം സ്റ്റേ എടുക്കണമെമ്പോൾ നല്ലൊരു പ്രത്യേക വൈബായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട് വേണ്ട. അങ്ങനെ കുറേ കലാരൂപങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ളൊരു ഹോം സ്റ്റേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞങ്ങളപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തതാണ്. പിന്നെ അതേ ഇതിൻ്റെ നേരെ അറ്റത്ത് ഹോം സ്റ്റേയുടെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് ഇത് നമ്മുടെ കായലിലോട്ട് എത്തിച്ചേർന്ന്. ഇവിടെ കുറേ വഞ്ചികളൊക്കെ ഉണ്ട്. കണ്ടോ, കുറേ വഞ്ചികൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഉണ്ടോ, ഇതാണ് ഹോം സ്റ്റേ. അപ്പോൾ അതേ ഹോം സ്റ്റേൻ്റെ പേരാണ് ഹാക്കോ എന്നാണ് കേട്ടോ. കായലിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് കേട്ടോ. പോണവഴിക്ക് ഞങ്ങൾ കുമ്പളങ്ങി പാലത്തിൻ്റെ സൈഡിലൊരു ചായക്കട കണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ടാണ് ചായ കുടിക്കാൻ. അവിടെ അത് എണ്ണയിൽ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. സവാള വടയൊക്കെ മൊരിഞ്ഞ് വന്നുകൊണ്ടിരിക്കണം. പിന്നെ ഞങ്ങൾ പഴംപൊരിയും പിന്നെ സവാള വട ഉണ്ടാവും പറഞ്ഞത്. അപ്പോൾ അത് അതിനോട് വെയിറ്റ് ചെയ്യണേണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ പഴംപൊരി സവാള വട എത്തി. ഇവിടെ പണ്ടത്തെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ. നല്ല രസമുണ്ട്. നല്ല അടിപൊളി ചെറിയൊരു ടീ ഷോപ്പ് കൊള്ളാം, അടിപൊളി. അപ്പം അങ്ങനെ ചൂട് പഴംപൊരിയും സവാള വട, പിന്നെ ചമ്മന്തി ഉണ്ട് കേട്ടോ. ചമ്മന്തി റിയാൻസ് കോഫി ഷോപ്പ് സാന്റ കൂൾ ബാർ, അതാണ് ടീ ഷോപ്പിൻ്റെ പേര്.